കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 4 പ്രധാനപ്പെട്ട ശക്തീകരണത്തെക്കുറിച്ചാണ്, എംപവർമെൻറ്റ്, നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1, നാം വിശ്വാസത്തിൽ ശക്തിപ്പെടുക, റോമാലേഖനം 4:20. 2, ലൂക്കോസ് 4:18 ആത്മാവിൻ്റെ ശക്തി. 3, എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവിനും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ. 4-ാമത്തെ ചിന്ത 2 തിമോഥെയോസ് 2:1 കൃപയിൽ ശക്തിപ്പെടുക. 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായി ഇന്ന് ഇവിടെ വായിച്ചത്. 1, വിശ്വാസത്തിലുള്ള ശക്തി. പലപ്പോഴും വിശ്വാസത്തിൽ നാം ഓരോ സ്റ്റേജ്, ഓരോ അളവ് വർദ്ധിച്ചു മുന്നേറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിന് 30 മേനിയുണ്ട്, 60 ഉണ്ട്, 100 ഉണ്ട്. പ്രാകാര വിശ്വാസമുണ്ട്, വിശുദ്ധ വിശ്വാസമുണ്ട്, അതിവിശുദ്ധ വിശ്വാസമുണ്ട്. നാം വിശ്വാസം, അത് ജഡത്തിൽ പ്രാപിക്കുന്ന വിശ്വാസത്തിൻ്റെ വിത്തുകളുണ്ട്. എന്നാൽ ദേഹിയിലേക്ക് ഇടപെടുന്ന വിശ്വാസത്തിൻ്റെ സ്വാധീനമുണ്ട്. ആത്മാവിൽ വെളിപ്പെടുന്ന വിശ്വാസത്തിൻ്റെ ആഴമേറിയ തലങ്ങളുണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ ശക്തീകരണം അബ്രഹാമിനുണ്ടായി എന്നുള്ളതാണ് റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ പ്രമേയം. അവിടെ കാണുന്നത്, മാനുഷികമായി തനിക്കിനിയും ഒരു വാഗ്ദത്ത സന്തതി ഉളവാകുകയില്ല. 100 വയസ്സ്, തൻ്റെ ഭാര്യയ്ക്ക് 90 വയസ്സ്. സാഹചര്യം അനുകൂലമല്ല, പ്രകൃതി നിയമം അനുകൂലമല്ല, ശരീരം അനുകൂലമല്ല, ശരീരത്തിൻ്റെ ഘടന അനുകൂലമല്ല, ഈവൻ നാച്ചുറൽ ലോ തനിക്ക് വിരോധമാണ്. എന്നിട്ടും ദൈവം തൻ്റെ വാഗ്ദത്തത്തിൽ നിന്ന് പിന്മാറിയില്ല. സർവശക്തനായ ദൈവം ആവർത്തിച്ച് വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അവിശ്വസിക്കുവാനാണെങ്കിൽ 100 കാര്യങ്ങളുണ്ട്. ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും നമ്മുടെ അഭിപ്രായങ്ങൾ കൊണ്ടും ധാരണകൾ കൊണ്ടും 100 കണക്കിന് അവിശ്വാസത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കാൻ പറ്റും. പക്ഷെ എന്നിട്ടും ദൈവം ഓരോ നിമിഷങ്ങളും അബ്രഹാമിനോട് പറയുന്നത്, നിന്റെ സന്തതി, നിന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏകൻ, നിന്റെ തലമുറ, നിന്റെ കൂടാരത്തിൽ ഒരു ചിരി ഉണ്ടാകും. നീ വാർദ്ധക്യകാലത്ത് ഒരു തലമുറയെ കാണും. നിനക്ക് ഇസ്ഹാക്ക് ജനിക്കും. നീ ബഹുജാതികൾക്ക് പിതാവായി തീരും. നിന്റെ തലമുറ മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടും. ജാതികളുടെ ദേശം നിന്റെ തലമുറകൾ കൈവശമാക്കും. നീ പട്ടണങ്ങളെ പിടിക്കും. നിന്റെ പേര് വലുതാകും. നിന്നിൽ കൂടി അനേക ജാതികളും രാജാക്കന്മാരും ബഹുവംശങ്ങളും ഉത്ഭവിക്കും. അതാ പ്രിയമുള്ളവരെ, ദൈവത്തിന് തൻ്റെ വാഗ്ദത്തം, തൻ്റെ വാക്കുകൾ, തൻ്റെ അരുളപ്പാടുകൾ മാറ്റി പറയാൻ കഴിയുന്നില്ല. നമ്മുടെ യുക്തിയോ ബുദ്ധിയോ ചിന്തകളോ അറിവോ നമുക്കുണ്ടെന്ന് പറയുന്ന അനുകൂലമായ ഒരു സാഹചര്യവും നോക്കിയല്ല ദൈവം ഇടപെടുന്നത്. അതിന് വിരോധമായി ദൈവം ഇടപെട്ടു. അബ്രഹാമിൻ്റെ വാർദ്ധക്യകാലത്ത് തൻ്റെ ശരീരം ക്ഷീണിച്ചപ്പോൾ, ശരീരത്തിൻ്റെ ഘടനയെല്ലാം നിർജീവമായപ്പോൾ, തൻ്റെ ബാഹ്യ രൂപം ക്ഷയിച്ചപ്പോൾ, സാറയുടെ നിർജീവത്വം താൻ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഇന്ന് പലക്കാലം പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ ശക്തിപ്പെടാനുള്ള ഒരു നിമിഷമാണിത്. സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങൾ കടന്നു വന്ന ജീവിത സാഹചര്യം എന്തുമാകട്ടെ, വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ പരിശുദ്ധ നമ്മെ സഹായിക്കട്ടെ. അതേ കൂടാരത്തിനകത്ത് ചിരി ഉണ്ടായി. വാർദ്ധക്യത്തിൽ ദൈവം അബ്രഹാമിന് മകനെ നൽകി. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. വിശ്വാസത്തിൽ ശക്തിപ്പെടുന്ന പോലെ തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 4:18 യേശു ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ശക്തിയാണ് നിങ്ങളെ മുൻപോട്ട് നയിക്കുന്നത്. യേശുവിനെ എങ്ങോട്ട് നയിച്ചു? മരണ നിഴലിൽ താഴ്വരയിലേക്ക്. യേശുവിനെ എങ്ങോട്ട് നയിച്ചു? ഇരുളിൻ്റെ ദേശത്തേക്ക്. യേശുവിനെ ആത്മാവിൻ്റെ ശക്തി എങ്ങോട്ട് നയിച്ചു? ജാതികളുടെ ഗലീലയിലേക്ക്. യേശുവിനെ ആത്മാവിൻ്റെ ശക്തി എങ്ങോട്ട് പോകാൻ നിർബന്ധിച്ചു? ജനം അന്ധതപസ്സിൽ ഇരുട്ടിലിരിക്കുന്ന ജനത്തിൻ്റെ നടുവിലേക്ക്. പ്രകാരമാണ് മരണം കൊതിക്കുന്ന, മരണം ഇച്ഛിക്കുന്ന, മരണം ആഗ്രഹിക്കുന്ന, മരണത്തിൻ്റെ ദേശം, ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത ഗലീല ദേശം, അന്ധതയുടെ ദേശം, തിമിരത്തിൻ്റെ ദേശം, ഇരുട്ട് മൂടിക്കിടക്കുന്ന ദേശം. പക്ഷെ ആത്മാവിൻ്റെ ശക്തി ഇരുളുകളെ കീറിമുറിച്ചു. ആത്മാവിൻ്റെ ശക്തി മരണത്തെ മാറ്റി. ആത്മാവിൻ്റെ ശക്തി മരണം മാറ്റി ജീവൻ നൽകി. ആത്മാവിൻ്റെ ശക്തി ശാപത്തെ മാറ്റി അനുഗ്രഹമാക്കി. ആത്മാവിൻ്റെ ശക്തി അന്ധകാരം മാറ്റി വെളിച്ചം ആ ദേശത്ത് ഉദിക്കുവാൻ റെഡിയാക്കി തീർത്തു. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മാവിൻ്റെ ശക്തിയുടെ ഒരു വ്യാപാരമുണ്ടായാൽ, ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നിശ്ചയമായി സാഹചര്യങ്ങൾ കീഴ്മേൽ മറിയും. എത്ര എഴുതി തള്ളിയ ഗലീല ദേശമാണെങ്കിലും ദൈവ മഹത്വം കൊണ്ട് ആ ദേശം നിറഞ്ഞു. പൗലോസ് പറയുന്നു എഫെസ്യ ലേഖനം 6:17 ഒടുവിൽ കർത്താവിനും എൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഈ വിഷയം നാളെ ചിന്തിക്കാം. പരിശുദ്ധ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.